ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എയ്ഗൺ ലേണിംഗ്. നിങ്ങൾ കാത്തിരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ഡേറ്റ് വന്നിരിക്കുന്നു അല്ലെ? അപ്പോ എന്ന് തൊട്ടാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക, അതേപോലെ വേക്കൻസി ലിസ്റ്റ് എന്ന് പ്രസിദ്ധീകരിക്കും, എന്ന് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നതായിരിക്കും. നമ്മളെ മുന്നിലുള്ള ചോദ്യം ഇതായിരുന്നു, സെക്കൻഡ് സപ്ലിമെന്ററി ആണോ ഫസ്റ്റ് വരിക, ട്രാൻസ്ഫർ ആണോ ഫസ്റ്റ് വരിക എന്നുള്ളതായിരുന്നു. അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. ട്രാൻസ്ഫർ അലോട്ട്മെന്റ് തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നു അല്ലെ? ഒരുപാട് കുട്ടികളുടെ ആവശ്യപ്രകാരമാണ് ഇങ്ങനൊരു ട്രാൻസ്ഫർ തന്നെ വന്നത്. നമുക്ക് വളരെ കുറച്ച് സമയമായിട്ടുള്ള വന്നിട്ട്, പക്ഷേ ഞങ്ങൾ എന്ത് ചെയ്യാം, ന്യൂ അപ്ഡേറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ തുടങ്ങും അല്ലെ? അപ്പൊ നോക്കുക, ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ശേഷം മെറിറ്റ് ലിസ്റ്റ്, ജില്ലാ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി ലിസ്റ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിരുന്നു. അത് ഓരോ ജില്ലയിലും എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ആ ലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കൂടാതെ അധിക ബാച്ചുകളും ആരംഭിച്ചിരുന്നു. അപ്പൊ ഈ മൊത്തത്തിൽ ചേർത്തിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് ആണ് ഇനി സൈറ്റിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഏകദേശം മലപ്പുറം ജില്ലയിൽ 120ഓളം സ്കൂളുകൾ പുതുതായിട്ട് അനുവദിച്ചു. ആ സീറ്റുകളൊക്കെ മൊത്തത്തിൽ 138ഓളം താൽക്കാലിക ബാച്ചുകളിലും ചേർത്തിട്ടുള്ള വേക്കൻസിയാണ് വരിക. 18 ബാച്ച് വന്നിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ അല്ലേ? അപ്പൊ എങ്ങനെയാണ്, ഏത് ലിങ്കിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഓഫ്ലൈൻ അപേക്ഷയല്ല, ഓൺലൈനില്ല. ഓൺലൈൻ അപേക്ഷയാണ്. അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിലൂടെ അപേക്ഷിക്കാം. ഓൺലൈൻ ആണ്. നിങ്ങൾ ഇപ്പൊ ജോയിൻ ചെയ്ത ജില്ലയ്ക്കകത്ത് ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾക്ക് മാറാം. അതേപോലെ കോമ്പിനേഷൻ ട്രാൻസ്ഫർ പോസിബിൾ ആണ്. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ മറ്റൊരു സ്കൂളിൽ സയൻസിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ നിങ്ങൾക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ ഒരേ സ്കൂളിൽ തന്നെ നിങ്ങൾ കൊമേഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സയൻസിലേക്ക് മാറാവുന്നതാണ്. അപ്പൊ സ്കൂളിനുള്ളിൽ കോമ്പിനേഷൻ മാറ്റം പോസിബിൾ ആണ്. ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റം പോസിബിൾ ആണ്. അതേപോലെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് ട്രാൻസ്ഫറും പോസിബിൾ ആണ്. കംപ്ലീറ്റ് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്നാൽ ഫസ്റ്റ് ട്രാൻസ്ഫറിന് എല്ലാ കുട്ടികൾക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. നമ്മൾ മുൻപ് ഒരുപാട് പറഞ്ഞ അതേ ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഫസ്റ്റ് ട്രാൻസ്ഫർ നടക്കുക. അതായത് ഫസ്റ്റ് ഓപ്ഷൻ ആണ് നിങ്ങൾക്ക് കൊടുത്തതെങ്കിൽ, നിങ്ങൾക്ക് കിട്ടിയത് ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ, അതായത് നിങ്ങൾ കൊടുത്ത സ്കൂളിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. സർക്കുലറിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, വിവിധ അലോട്ട്മെന്റുകളിൽ, അതിപ്പോ ഏത് അലോട്ട്മെന്റ് ആയാലും ഒന്നാം ഓപ്ഷനിൽ പ്രവേശനം നേടിയ കുട്ടികൾ, അതേപോലെ വിഭിന്നശേഷി വിഭാഗത്തിലുള്ള അപേക്ഷകർ, അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അതുപോലെ മാനേജ്മെന്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഒരിക്കലും ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റില്ല. അൺഎയ്ഡഡ് സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂളാണോ പഠിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ മെറിറ്റിൽ തന്നെ കമ്മ്യൂണിറ്റി വഴിയാണോ കയറിയത്, സ്പോർട്സ് കോട്ട വഴിയാണോ കയറിയത്, ഫസ്റ്റ് ഓപ്ഷനിൽ ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫറിൽ നിലവിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പൊ ബാക്കിയുള്ള മെറിറ്റ് സീറ്റിൽ സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനോ കിട്ടിയ കുട്ടികളാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. ഒരുപാട് വെറീഡ് ആവേണ്ട ആവശ്യമില്ല. സെക്കൻഡ് ട്രാൻസ്ഫറും ചിലപ്പോൾ വന്നേക്കാം. ആ സമയത്ത് മക്കൾക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. വെറീഡ് ആവേണ്ട ആവശ്യമില്ല. അതിന്റെ എല്ലാ അപ്ഡേറ്റ്സും, സെക്കൻഡ് സപ്ലിമെന്ററിയെ കുറിച്ചും സെക്കൻഡ് ട്രാൻസ്ഫറിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ വരും. പക്ഷേ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത അപ്ഡേറ്റ് പെട്ടെന്ന് അപ്ഡേറ്റ് കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പോൾ കുട്ടികൾക്ക് സംശയമുണ്ട്, ഒന്നിലധികം ഓപ്ഷനുകൾ കൊടുക്കാമോ എന്ന് സംശയമുണ്ട്. അപ്പൊ അത് സർക്കുലറിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കോ മറ്റൊരു സ്കൂളിലെ അതേ കോമ്പിനേഷനിലേക്കോ അപേക്ഷ നൽകാം. മാറ്റം ആവശ്യപ്പെടുന്ന സ്കൂളോ കോമ്പിനേഷനോ വിദ്യാർത്ഥി നിങ്ങൾ ആദ്യം അപേക്ഷ വെച്ചപ്പോൾ ഈ സ്കൂൾ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പുതിയതായിട്ടാണ് അപ്ലൈ ചെയ്തത്. അപ്പൊ ആദ്യം വെച്ചപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റോ സെക്കൻഡ് അലോട്ട്മെന്റോ തേർഡ് അലോട്ട്മെന്റോ വെച്ചപ്പോൾ ഈ സ്കൂൾ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പുതുതായിട്ട് അപേക്ഷ നൽകാം. വേക്കൻസി ലിസ്റ്റിൽ ആ സ്കൂൾ ഉണ്ടാവണം എന്നൊരു നിർബന്ധവുമില്ല. വേക്കൻസി ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വേക്കൻസി ലിസ്റ്റ് ഉടൻ പ്രസിദ്ധീകരിക്കും. എന്നാൽ പോലും ആ ലിസ്റ്റിൽ ഇല്ലാത്ത സ്കൂളിലും മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. കാരണം ഞാനിപ്പോ ട്രാൻസ്ഫർ കൊടുക്കും, അപ്പൊ എന്റെ സ്കൂളിൽ വേക്കൻസി വരും. അപ്പൊ വേക്കൻസി ലിസ്റ്റ് ഇല്ലാത്ത സ്കൂളിലും അപ്ലൈ ചെയ്യുക. ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോമ്പിനേഷനുകളിലേക്കൊക്കെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. അത് അവര് എടുത്തു പറയുന്നുണ്ട്. ഒന്നിലധികം സ്കൂളിലേക്കും കോമ്പിനേഷനിലേക്കും അപ്ലൈ ചെയ്യാം. അതായത് ശ്രദ്ധിക്കുക, അഞ്ജിത മിസ് പറഞ്ഞ കാര്യം ആ പോയിന്റ് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഒരു സ്കൂളിൽ തന്നെ ഒന്നിലധികം കോമ്പിനേഷൻ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കിട്ടിയാൽ, പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ഒന്നാമത് വെക്കുന്ന സ്കൂളിൽ കിട്ടിയാൽ അവിടെ നിർബന്ധമായും ചേരണമെന്ന് സർക്കുലറിൽ എടുത്തു. അതായത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ട്രാൻസ്ഫറിന് കൊടുക്കുന്ന കുട്ടിക്ക് വ്യക്തമായ ധാരണ വേണം. എനിക്ക് പോകണമെന്ന് ഉറപ്പിച്ചാൽ സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം. അതുകൊണ്ട് ആവശ്യമുള്ള സ്കൂളുകൾ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്കൂൾ തന്നെ ഒന്നാമത്. അത് ഗവൺമെന്റ് അങ്ങനെ പറയാൻ കാരണം, ഒരു കുട്ടിക്കും സീറ്റ് നഷ്ടപ്പെടും. നിങ്ങൾ വെറുതെ ഒരു ട്രാൻസ്ഫറിന് കൊടുത്തിട്ട് അവിടെ പോയിട്ടില്ല എങ്കിൽ
പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സീറ്റ് വേക്കന്റ് ആയിട്ട് കിടക്കും. പോയിട്ടില്ലെങ്കിൽ നിലവിലെ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. നഷ്ടപ്പെടുകയും ചെയ്യും, ഈ സീറ്റ് കിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വരെ റെഡി. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ആണ്. വേക്കൻസി വിവരങ്ങൾ ഇന്ന് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. 2024 ജൂലൈ 17 ഇന്ന് മുതൽ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ജൂലൈ 17 മുതൽ ജൂലൈ 19 ഉച്ചയ്ക്ക് 2 മണി വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. വെറും 2 ദിവസമാണ്. അതുകൊണ്ടാണ് ഏറ്റവും പെട്ടെന്ന് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് എത്തിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, നിങ്ങൾക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ കിട്ടുള്ളൂ. സെക്കൻഡ് സപ്ലിമെന്ററി ആയാലും ട്രാൻസ്ഫർ ആയാലും വളരെ കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ സമയം കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പൊ തന്നെ തുടങ്ങും. അപ്പൊ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന കുട്ടികളിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. സമയം കളയണ്ട. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പുതിയ അപ്ഡേഷൻ വേണ്ടി. ഓക്കെ, റെഡി അല്ലേ? ബൈ.